അയൽക്കാരെന്നുള്ള സൗഹൃദം നടിച്ച് ഒപ്പം കൂടുകയും കുട്ടിയെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തത്. വലിച്ചുകൊണ്ടുപോയി ഈ കുട്ടിയെ റേപ്പ് ചെയ്യുകയായിരുന്നു. മദ്യപിക്കുന്ന സമയത്ത് ഇവൻ്റെ ഒരു ബോധം ഏകദേശമൊക്കെ ഒരു പരുവമാവുന്ന സമയത്ത് അനിമോൻ ഛർദ്ദിക്കുന്ന ശബ്ദം പുറപ്പെടുവിക്കും. ഈ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന നാരായണനും ആ സമയം പുറത്തു വരണം. തുടർന്ന് ഇവനെ കൊലപ്പെടുത്തണം. മകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന അച്ഛനാണ് ശങ്കരനാരായണൻ എന്നൊരു കഥ പുറത്തു വന്നു. ഇവൻ അനിമോനോട് വളരെ വിശാലമായി കഥ പറയുകയാണ്. താൻ ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ കാട്ടിക്കൂട്ടിയ പ്രവൃത്തികളെ കുറിച്ചൊക്കെ പറയുകയാണ്. കുറ്റിക്കാട്ടിലിരുന്ന അച്ഛൻ കേൾക്കുകയാണതൊക്കെ. ഈ ശങ്കരനാരായണന്റെ 2016 ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2 കാലും വെട്ടി 2 കൈയും വെട്ടി എറിയണമെന്നായിരുന്നു എൻ്റെ താല്പര്യമെന്ന്. എൻ്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷേ ആ സമയത്ത് കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം കൊല നടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. ചേട്ടാ, പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മളൊക്കെ ഓർക്കുന്നൊരു പേരുണ്ട്, ശങ്കരനാരായണൻ. മലപ്പുറം ജില്ലയിൽ 2001 ഫെബ്രുവരി 9 സ്കൂൾ വിട്ട് വരുന്ന വഴി കൃഷ്ണപ്രിയ എന്ന 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ മുഹമ്മദ് കോയ, അയാളെ ഏകദേശം 1 വർഷങ്ങൾക്കിപ്പുറം 2002 കൃഷ്ണപ്രിയയുടെ അച്ഛനായ ശങ്കരനാരായണൻ കൊലപ്പെടുത്തി. സ്വന്തം മകളെ പീഡിപ്പിച്ചവനോടുള്ള പ്രതികാരം. ആ ശങ്കരനാരായണൻ ഏറെ ആഘോഷിക്കപ്പെട്ടു. നീതി നടപ്പായി. ഒരു നിയമത്തെ കയ്യിലെടുത്തുവെങ്കിലും അദ്ദേഹത്തിനൊരു വീരപരിവേഷമാണ് സമൂഹത്തിനുള്ളത്. അപ്പോൾ ഈ കൃഷ്ണപ്രിയയുടെ ശങ്കരനാരായണൻ എന്ന അച്ഛൻ്റെയും കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 2006 മെയ് 24 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് വി.കെ. ബാലി, ജസ്റ്റിസ് JB കോശി ഇവരുടെ ഒരു വിധി 2006 മെയ് 24 വന്നു. ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറെ വ്യത്യസ്തമായിട്ടുള്ള വിധിയാണ്. മഞ്ചേരിയിലെ അതിവേഗ കോടതിയുടെ ശിക്ഷാവിധിയെ ഹൈക്കോടതി എടുത്തു കളഞ്ഞു. മഞ്ചേരി അതിവേഗ കോടതി ശങ്കരനാരായണൻ, അതായത് മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് പൂവഞ്ചേരി തെക്കേ വീട്ടിലെ ശങ്കരനാരായണൻ, സുഹൃത്ത് അനിമോൻ, സുഹൃത്ത് നാരായണൻ എന്നിവരെ ശിക്ഷിച്ചുകൊണ്ടുള്ള മഞ്ചേരി കോടതിയുടെ വിധിയാണ് 2006 മെയ് 24 ചീഫ് ജസ്റ്റിസ് വി.കെ. ബാലിയും JB കോശിയും അസാധുവാക്കിയത്. ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു അറിയൂ? ഈ മുഹമ്മദ് കോയയുടെ മൃതദേഹം റിക്കവർ ചെയ്യുന്നതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി. തെളിവുകൾ കൃത്യമല്ല. മുഹമ്മദ് കോയയ്ക്ക്, അതായത് കൃഷ്ണപ്രിയ വധക്കേസിലെ പ്രതിയായിട്ടുള്ള മുഹമ്മദ് കോയയെ കൊലപ്പെടുത്താൻ ആരും തയ്യാറായേക്കാനുള്ള സാധ്യതയുണ്ട്. അത് ശങ്കരനാരായണൻ തന്നെ വേണമെന്നില്ല. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഈ ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ഒട്ടനവധി ശത്രുക്കളുമുണ്ട്. ശങ്കരനാരായണനെതിരെ ദൃക്സാക്ഷികളുടെ തെളിവില്ല. കണ്ടെടുത്ത ആയുധത്തിലെ ഫിംഗർ പ്രിന്റ് ശങ്കരനാരായണൻ്റെതാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ശങ്കരനാരായണനെ പോലീസ് ബലമായി ഈ തോക്ക് കയ്യിൽ എടുപ്പിക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ വിധിയാണ്. കൊലപ്പെടുത്തിയത് ഞാനാണെന്ന് ശങ്കരനാരായണൻ പലതവണ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസാണിത്. ആ കേസിലാണ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസും ഇരുന്നു കൊണ്ട് വി.കെ. ബാലിയും അതുപോലെ തന്നെ JB കോശിയും ഇരുന്നു കൊണ്ട് ഈ കേസിനെ എടുത്ത് അതിവേഗ കോടതിയുടെ വിധി എടുത്ത് കളഞ്ഞത്. ഒരു വൈകാരികമായ വിധി കൂടിയായിരുന്നു. വൈകാരികമായിട്ടുള്ള വിധിയായിരുന്നു. 2001 ഫെബ്രുവരി 9 സ്കൂളിലേക്ക് പോകുന്ന കൃഷ്ണപ്രിയ എന്ന് പറയുന്ന മാളുവിനെ കൊലപ്പെടുത്തിയതും ഈ വൈകുന്നേരം ഈ കുട്ടിക്കൊപ്പം ഈ മുഹമ്മദ് കോയ കൂടുകയായിരുന്നു. സ്കൂൾ വിട്ട് വരുന്ന ഈ കുട്ടിക്കൊപ്പം കൂടുകയായിരുന്നു. ഈ കുട്ടിയോട് ഇവൻ വലിയ അടുപ്പം കാണിക്കുമായിരുന്നു. അതായത് ഇവരുടെ അയൽവാസിയാണ്, ഈ ശങ്കരനാരായണന്റെ വീട്ടിലെ അയൽവാസിയാണ് ഈ മുഹമ്മദ് കോയക്ക് അവരുടെ കിണറിലെ വെള്ളം ശരിയല്ല. ആ കിണറിലെ വെള്ളം ശരിയല്ലാത്തത് കൊണ്ട് ഈ മുഹമ്മദ് കോയ ശങ്കരനാരായണന്റെ വീട്ടിൽ നിന്നാണ് വെള്ളം കോരാൻ വരാറുള്ളത്. ഈ മുഹമ്മദ് കോയയുടെ വരവ് ശങ്കരനാരായണന്റെ മാതാവിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ മാതാവ് ഇവൻ അവിടെ വരുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. മാതാവ് ഇവൻ അവിടെ വരുന്നതിന് എതിർപ്പ് പ്രകടിപ്പിക്കുമായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി, അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി ഇറങ്ങിച്ചെന്ന് ഇവന് വെള്ളം കോരി കൊടുക്കുമായിരുന്നു. ഈ കുട്ടിക്ക് അയൽക്കാരനായിട്ടുള്ള ഒരു ജ്യേഷ്ഠൻ ഇതിന് 2 സഹോദരന്മാരും ഉണ്ട്, മൂത്ത 2 ജ്യേഷ്ഠന്മാരും ഉണ്ട്. അപ്പോൾ ഇത് വെള്ളം കോരി കൊടുക്കുമായിരുന്നു. ഈ വെള്ളം കോരി കൊടുക്കുന്ന വെള്ളം കുടിച്ചവനാണ് ഈ കുട്ടിയെ ഈ പറയുന്ന 2001 ഫെബ്രുവരി 9 വൈകുന്നേരം സ്കൂൾ വിട്ട് വരവേ ഒപ്പം കൂടുകയും അയൽക്കാരെന്നുള്ള സൗഹൃദം നടിച്ച് ഒപ്പം കൂടുകയും കുട്ടിയെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തത്. വലിച്ചുകൊണ്ടുപോയി ഈ കുട്ടിയെ റേപ്പ് ചെയ്യുകയായിരുന്നു. ഉപദ്രവിച്ച ശേഷം ഇവൻ ഒന്നും സംഭവിക്കാത്ത പോലെ ഇവൻ തിരിച്ചുപോയി. ഒരു പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിൽ അനിമോനും നാരായണനും അതുപോലെ അദ്ദേഹത്തിൻ്റെ 3 മക്കളും കൂടി ആ നാടാകെ തിരഞ്ഞു. ഒടുവിൽ വീടിൻ്റെ 200 മീറ്റർ അകലെ നിന്ന്
കുറ്റിക്കാട്ടിൽ നിന്നാണ് ഈ കുഞ്ഞിൻ്റെ മൃതശരീരം കിട്ടിയത്. പിറ്റേന്ന് ഇവൻ അറസ്റ്റിലായി. കാരണം ഇവൻ ഈ കുട്ടിയോടൊപ്പം നടന്നു പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഇവനാണ് ചെയ്തതെന്ന് ഇവൻ കുറ്റം സമ്മതിച്ചു. പക്ഷേ ഇവൻ അധികം വൈകാതെ 90 ദിവസത്തിനകം തന്നെ ഇവന് ജാമ്യം ലഭിച്ചു. അറിയാമല്ലോ, അന്ന് പോക്സോ വന്നിട്ടില്ല, പോക്സോ എന്ന് പറയുന്ന വകുപ്പ് വന്നിട്ടില്ല. അപ്പോൾ 90 ദിവസത്തിനകം തന്നെ ഇവന് ജാമ്യം ലഭിച്ചു. ജാമ്യം ലഭിച്ച് ഇവൻ പുറത്തിറങ്ങി. ഇവൻ പുറത്തിറങ്ങിയതിൻ്റെ അന്നാണ് ശങ്കരനാരായണൻ തോക്ക് വാങ്ങുന്നത്. ഒരു നാടൻ തോക്ക് അനിമോനും ശങ്കരനാരായണനും ചേർന്ന്, അതായത് അനിമോൻ എന്ന് പറയുന്ന ശങ്കരനാരായണൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ ഇദ്ദേഹവും ഈ പറയുന്ന ശങ്കരനാരായണനും ചേർന്ന് ഇവനെ കൊലപ്പെടുത്താനുള്ള തീരുമാനം എടുത്തു. ഈ നാരായണൻ പിന്നീട് വന്ന് കൂടിയതാണ്. ഇവർ 3 പേരും അടുത്ത സുഹൃത്തുക്കളാണ്. ഈ ശങ്കരനാരായണൻ ഒരു ക്ഷീര കർഷകനാണ്. ഈ അനിമോൻ കൂടി ശങ്കരനാരായണൻ്റെ ആഗ്രഹം ഇവനെ കൊലപ്പെടുത്തുക എന്നുള്ള തൻ്റെ അതിയായിട്ടുള്ള താല്പര്യം. അന്നുവരെ അദ്ദേഹം ഈ മുടി വെട്ടുകയോ ഷേവ് താല്പര്യമല്ല, അതിനെല്ലാം അപ്പുറം ശങ്കരനാരായണനും ഭാര്യയ്ക്കും 2 ആൺമക്കൾക്ക് ശേഷം ജനിച്ച പെൺകുഞ്ഞ്. അതെ, അതിനെ സ്വന്തം വീട്ടിൽ അതുപോലെ അവൾ രാജകുമാരിയെ പോലെ ജീവിച്ചിരുന്നതാണ്. അപ്പോൾ ഇവളുടെ ഈ കുഞ്ഞിനെ ഇവനെ കൊലപ്പെടുത്തുക എന്നുള്ള അച്ഛൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള തീരുമാനം. ആ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ അനിമോൻ എന്ന് പറഞ്ഞ സുഹൃത്ത് തയ്യാറായി. ഈ അനിമോനും ശങ്കരനാരായണനോട് ചേർന്നാണ് നാടൻ തോക്ക് ഒപ്പിക്കുന്നത്. അന്ന് മുതൽ നാടൻ തോക്ക് ഇവരുടെ വീടിൻ്റെ മച്ചിലുണ്ട്. അതിനുവേണ്ടി ഇവനെ കൊലപ്പെടുത്താനുള്ള സൗകര്യം നോക്കിയിരിക്കുകയായിരുന്നു. പിന്നീടാണ് നാരായണൻ ഇതറിയുന്നത്. ഇവരുടെ ഈ തീരുമാനത്തെക്കുറിച്ച് നാരായണൻ എന്ന് പറഞ്ഞ സുഹൃത്ത് അറിയുന്നത്. നാരായണൻ അറിഞ്ഞപ്പോൾ നാരായണനും വന്ന് ഇവരുടെക്കൊപ്പം ചേർന്നു. ഇവർ 3 പേരും ചേർന്നാണ് ഈ കൃത്യം ചെയ്തത്. അത് 2002 ജൂൺ 27-ാം തീയതി അവിടെയുള്ള ഒരു വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് ഈ അനിമോൻ ഈ മുഹമ്മദ് കോയയെ കൊണ്ടുവന്നു. മുഹമ്മദ് കോയയ്ക്ക് അതിനു മുമ്പ് തന്നെ മുഹമ്മദ് കോയയുമായിട്ട് അനിമോൻ സൗഹൃദം സ്ഥാപിച്ചു. വളരെ പ്ലാൻഡ് ആയിരുന്നു. ഈ അനിമോൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് കോയയെ ശങ്കരനാരായണന്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് മുഹമ്മദ് കോയയുമായിട്ട് വളരെ അടുപ്പം, ശങ്കരനാരായണന്റെ ശത്രുവാണ് താനെന്നുള്ള ഒരു തെറ്റിദ്ധരിപ്പിച്ചു. ഇവനെ തെറ്റിദ്ധരിപ്പിച്ച് ഇവനെ ആ വിഷ്ണു ക്ഷേത്രത്തിന്റെ പുറകുവശത്തെ പറമ്പിലേക്ക് കൊണ്ടുവന്ന ശേഷം അവിടെ ആദ്യമേത്തെ ഒരു തീരുമാനം ഇതാണ്. ഇവനും പിന്നെ ഈ മുഹമ്മദ് കോയയും അതുപോലെ തന്നെ അനിമോനും ചേർന്ന് മദ്യപിക്കുന്ന സമയത്ത് ഇവൻ്റെ ഒരു ബോധം ഏകദേശമൊക്കെ ഒരു പരുവമാവുന്ന സമയത്ത് അനിമോൻ ഛർദ്ദിക്കുന്ന ശബ്ദം പുറപ്പെടുവിക്കും. ഈ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന നാരായണനും ആ സമയം പുറത്തു വരണം. തുടർന്ന് ഇവനെ കൊലപ്പെടുത്തണം. ഇതിനുശേഷം ഇവനെ ഒരു പൊട്ടക്കിണറ്റിൽ കെട്ടിത്താക്കാനായിരുന്നു ഇവരുടെ തീരുമാനം. അങ്ങനെയാണ് ഇവരുടെ പ്ലാൻ ഇവരിട്ടിരുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പ്രകാരം അനിമോൻ ഇവനെ കൊണ്ടുവന്ന് രാത്രി 8:30 കൊണ്ടുവരുന്നത്. രാത്രി 11:30 ആയതോടുകൂടി ഈ അനിമോൻ, അതിനു മുമ്പ് ഇവൻ കഥ പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ ഉപദ്രവിച്ച കഥ. ഇവൻ അനിമോനോട് വളരെ വിശാലമായി കഥ പറയുകയാണ്. താൻ ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ കാട്ടിക്കൂട്ടിയ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ പറയുകയാണ്. കുറ്റിക്കാട്ടിലിരുന്ന അച്ഛൻ കേൾക്കുകയാണ് ഇതൊക്കെ. അത് 11:30 അനിമോൻ ശബ്ദം പുറപ്പെടുവിച്ചു. നാരായണനും പുറത്തു വന്ന് ആദ്യത്തെ വെടി ഇടത്തെ നെഞ്ചിൽ, നാടൻ തോക്കാണ്. പിന്നെ രണ്ടാമത് ലോഡ് ചെയ്ത് വീണ്ടും വലത്തെ നെഞ്ചിൽ, അത് കൂട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് വലത്തെ നെഞ്ചിൽ വെടിവെക്കുന്നത്. ഈ ശങ്കരനാരായണന്റെ 2016 ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2 കാലും വെട്ടി 2 കൈയും വെട്ടി എറിയണമെന്നായിരുന്നു എൻ്റെ താല്പര്യമെന്നാണ്. എൻ്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷേ ആ സമയത്ത് കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം കൊല നടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനുശേഷം വീട്ടിൽ പോയി കയറെടുത്തുകൊണ്ട് വന്ന് ഇവനെ കെട്ടിവരിഞ്ഞു ഇവരുടെയൊക്കെ സമീപത്ത്, ഈ വീടിൻ്റെ സമീപത്തുള്ളൊരു പൊട്ടക്കിണറ്റിലേക്ക് ഇവനെ കല്ല് കെട്ടി താഴ്ത്തിയിട്ട് ഇവർ മടങ്ങിപ്പോയിട്ടും ഈ ശങ്കരനാരായണന് വീട്ടിൽ ചെന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം വിഷ്ണു ക്ഷേത്രമാണ്. മകളുടെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. കൃഷ്ണപ്രിയ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവൾ. ക്ഷേത്രം അശുദ്ധമായിരിക്കുന്നു. അദ്ദേഹം വീട്ടിലേക്ക് പോയി വീടിൻ്റെ ഈ പറയുന്ന പശുവിൻ്റെ, ക്ഷീരകർഷകനാണല്ലോ, പശുവിൻ്റെ ചാണകം ശേഖരിച്ച് അത് ബക്കറ്റിൽ കലക്കിക്കൊണ്ടുവന്ന് ഈ ക്ഷേത്ര പരിസരം മുതൽ, ഇവനെ കൊലപ്പെടുത്തിയ സ്ഥലം മുതൽ ഈ പൊട്ടക്കിണർ വരെയുള്ള സ്ഥലത്ത് ഇത് ശുദ്ധികലശം നടത്തിക്കളഞ്ഞു. പിറ്റേ ദിവസം ഇവൻ്റെ ബോഡി പൊങ്ങിയതോടുകൂടി പോലീസിന് മഞ്ചേരി DYSPക്കൊക്കെ ബോധ്യപ്പെട്ടു ഇത് ശങ്കരനാരായണൻ തന്നെ ചെയ്തതാണെന്ന്. അപ്പോൾ പോലീസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കൂട്ടുകാർ കൂടെ നിൽക്കുമെന്ന്. ഈ മുഹമ്മദ് കോയെ എന്തായാലും ശങ്കരനാരായണൻ തട്ടുമെന്നുള്ളത് പോലീസിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവനെ തീർക്കുമെന്നുള്ള ഒരു കണക്ക് അതെന്തായാലും ഉണ്ടായിരുന്നു. അങ്ങനെ ശങ്കരനാരായണനെ തപ്പിയപ്പോൾ ശങ്കരനാരായണൻ ഒളിവിൽ പോയി കളഞ്ഞു. അങ്ങനെ ഒളിവിൽ പോയവരുടെ ലിസ്റ്റ് എടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് സുഹൃത്തുക്കളായിട്ടുള്ള നാരായണനും ഒളിവിൽ പോയിട്ടുണ്ട്, അനിമോനും ഒളിവിൽ പോയിട്ട്, ഇവരെല്ലാവരും ഒളിവിൽ പോയിരിക്കുകയാണ്. അങ്ങനെ തുടർന്ന് പോലീസിന് വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു. സമ്മർദ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണപ്രസാദ് ശങ്കരനാരായണൻ്റെ മകനാണ്, മൂത്ത മകൻ. ഈ കുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചുകൊണ്ടുവരേണ്ടി വന്നു. വിളിപ്പിച്ചപ്പോൾ ഇദ്ദേഹം CI ആയിട്ട് ബന്ധപ്പെട്ടു. അന്നത്തെ CIയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ഞാൻ കീഴടങ്ങാം,
മകനെയോ കുടുംബത്തെയോ ഉപദ്രവിക്കരുത്, ഞാൻ കീഴടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ വന്ന് കീഴടങ്ങുകയും പിന്നീട് തോക്കെടുക്കുകയും ഒക്കെ ചെയ്തു, തോക്ക് കണ്ടെത്തുകയും ഒക്കെ ചെയ്തു. പിന്നീട് മഞ്ചേരി അതിവേഗ കോടതി പറഞ്ഞത് കൊലയ്ക്ക് പകരം കൊലയല്ല, ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ കയ്യിലെടുത്ത് വെല്ലുവിളിക്കുകയാണ് ശങ്കരനാരായണൻ. ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. നിയമത്തെ വെല്ലുവിളിക്കുന്നു, കോടതിയെ വെല്ലുവിളിക്കുന്നു. അത് അംഗീകരിച്ച് കോടതി റിമാൻഡിൽ ജാമ്യത്തിൽ വിട്ട പ്രതിയാണ് ഒരാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് കോടതിക്ക് കൂടി ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള വിലയിരുത്തലാണ് മഞ്ചേരി കോടതിക്ക് ഉണ്ടായിരുന്നത്. മഞ്ചേരി കോടതി ഇദ്ദേഹത്തിന് കഠിന തടവ്, ജീവപര്യന്തം കഠിന തടവും മറ്റുള്ളവർക്ക് 3 കൊല്ലവും കൊടുത്തു. ഇതിന് ശേഷമാണ് ഈ കേസ് ഹൈക്കോടതിക്ക് മുമ്പാകെ വരുന്നത്. ജയിലിൽ കിടന്ന ശങ്കരനാരായണൻ ധാരാളം കത്തുകൾ വരാറുണ്ടായിരുന്നു. ഞാൻ അങ്ങയുടെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ കത്തുകൾ ധാരാളമായി ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ധാരാളം വിസിറ്റേഴ്സ് വരുമായിരുന്നു. അത് അവസാനം ജയിൽ അധികൃതർക്ക് ഈ വിസിറ്റേഴ്സിനെ നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. കാരണം കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയാണ് ശങ്കരനാരായണനെ കാണാൻ. അതോടുകൂടി ശങ്കരനാരായണന്റെ ഒരു വീരപരിവേഷം അതോടുകൂടി മകൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന അച്ഛനാണ് ശങ്കരനാരായണൻ എന്നൊരു കഥ പുറത്തു വന്നു. അര ശങ്കരനാരായണൻ മതി എന്ന് പറഞ്ഞൊരു ലേഖനം ഉണ്ടായിരുന്നു പണ്ട്. അര ശങ്കരനാരായണൻ മതിയായിരുന്നു കേരളത്തിൽ എന്ന്. കാരണം ഇവിടെ പീഡനം എന്നേ ഇല്ലാതായി പോയനെ എന്നുള്ളതാണ്. ശങ്കരനാരായണന് ശേഷം അതിന് ഒരു പിൻഗാമി ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഇവിടെ പലർക്കും കോടതിയെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ആ കോടതിയിലെ വിശ്വാസം നഷ്ടപ്പെട്ട്, നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇനിയും ശങ്കരനാരായണന്മാർ ഉണ്ടാകുമെന്ന് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. പഴയ ഒരു ലേഖനമാണ്, സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് എഴുതി വെച്ചൊരു ലേഖനത്തിലെ വരികളാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ 2006 ഈ 3 പേരെയും വെറുതെ വിട്ടു. 3 പേരെയും വെറുതെ വിട്ടതിന് ശേഷം അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2001 മകൾ മരണപ്പെട്ടതിന് ശേഷം 2002 ഫെബ്രുവരി 29 രാത്രിയിൽ കിണറ്റുവക്കത്ത് ചെന്ന ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരി തലയിലൂടെ ഒഴിച്ചു കുളിച്ചു. എന്നിട്ട് ഞാൻ സുഖമായി ഉറങ്ങി. 1 വർഷത്തിനിപ്പുറം ഞാൻ അന്നാണ് സമാധാനമായി ഉറങ്ങിയതെന്ന് പറയുന്നുണ്ട്. 2006 കൊലപ്പെടുത്തിയ ശേഷം പുറത്തിറങ്ങി, വെറുതെ വിട്ടപ്പോഴും പുറത്തിറങ്ങി അദ്ദേഹം പറഞ്ഞു ചെയ്തത് ഞാൻ തന്നെയാണെന്ന് പറയുന്നത്. പക്ഷേ കോടതിയുടെ ഉത്തരവ് എന്താണെന്നറിയോ? ഈ കേസ് പുനരന്വേഷിക്കുക, പ്രതിയെ കണ്ടുപിടിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രതി ആരാണെന്ന് പോയി കണ്ടുപിടിച്ചിട്ട് വരാൻ പോലീസിനോട്. പോലീസ് എന്ത് ചെയ്യാൻ? പോലീസ് അന്വേഷിച്ച് പ്രതിയെ കൊണ്ട് പ്രതിയാണെന്ന് ഒരാൾ സമ്മതിക്കുമ്പോൾ കോടതി പറയുകയാണ് നിങ്ങൾ പ്രതിയല്ലെന്ന്. സംശയത്തിന്റെ ആനുകൂല്യം നൽകി വെറുതെ വിടുകയെന്ന് പറഞ്ഞിട്ട് അന്ന് കോടതി ഇത്രയും വലിയൊരു കണ്ണടയ്ക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കാരണം ഇരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. അതുപോലെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെയാണ് ഈ കേസ് വന്നിരിക്കുന്നത്. അത് ഒരു കാരണവശാലും ഈ കേസിൽ ശങ്കരനാരായണന് ഒരു 10 വർഷം തടവെങ്കിലും ലഭിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ കോടതി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശങ്കരനാരായണൻ മൊത്തം പേരെയും വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിറക്കി. പിന്നീട് ആ കേസിൽ മേളിലാരും അപ്പീലിലേക്ക് പോയിട്ടുമില്ല. പോലീസ് ഇന്നും ഇതൊരു അൺസോൾഡ് കേസാണ്. അതായത് മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ കുന്നുമ്മൽ മുഹമ്മദ് കോയയുടെ മരണം ഒരു അൺസോൾഡ് കേസാണ് എന്ന രീതിയിൽ പോലീസ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത, പ്രതി ആരാണെന്ന് അറിയാൻ പറ്റാത്ത കേസെന്ന് പറയുകയാണ്. അതേസമയം ഇപ്പുറത്ത് ശങ്കരനാരായണൻ സ്ഥിരമായിട്ടിരുന്ന് വിളിച്ചു പറയുന്നുണ്ട് കൈയും കാലും വെട്ടാനായിരുന്നു എനിക്ക് താല്പര്യം, പക്ഷേ നടന്നില്ല, കൊല്ലേണ്ടി വന്നു, കിണറ്റിലെടുത്തിട്ടു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സ്ഥിരമായിട്ട് ഇതൊക്കെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീതി ദേവത എന്ന് പറയുന്നത് ശങ്കരനാരായണന് മുന്നിൽ കണ്ണടക്കുകയായിരുന്നു. ശങ്കരനാരായണൻ ചെയ്തത് വളരെ നല്ല പ്രവൃത്തിയാണെന്ന് നീതി ദേവത പോലും വിലയിരുത്തിയ ഞെട്ടിക്കുന്ന കേസാണ് കൃഷ്ണപ്രിയയുടെ പിതാവ് ശങ്കരനാരായണൻ വധിച്ച മുഹമ്മദ് കോയയുടെ കേസ്. ഈ കുഞ്ഞിന് വേണ്ടി ധാരാളം പേർ, ഇദ്ദേഹം ഇറങ്ങിയ ശേഷവും ഇദ്ദേഹത്തെ കാണുവാൻ വേണ്ടി 2006 മുതൽ ദീർഘകാലം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ആളുകൾ ചെല്ലുന്നുണ്ടായിരുന്നു. ഈ ജിഷയുടെ കൊലക്കേസൊക്കെ എത്തിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ തിരക്കായിരുന്നു അവിടെ. കാരണം ജിഷ കേസ് കിടക്കുന്നത് ഇനി എറണാകുളത്താണ്, ഈ കേസ് കിടക്കുന്നത് മഞ്ചേരിയിലാണ്, മലപ്പുറത്താണ്. പക്ഷേ ജിഷയുടെ അമ്മയുടെ ബൈറ്റ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ബൈറ്റുകൾ ഇദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങൾ പോയി എടുത്തു. കാരണം ഏറ്റവും വലിയ മാതൃക ഇദ്ദേഹമാണെന്നുള്ളൊരു വിലയിരുത്തൽ ഇവിടുത്തെ കൊലയ്ക്ക് കൊലയല്ല മറുപടി എന്ന് ഇവിടുത്തെ 24 മണിക്കൂർ വിളിച്ചു പറയുന്ന മാധ്യമങ്ങൾ വരെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായും കണ്ണടക്കി. ഇദ്ദേഹത്തിൻ്റെ ഒരു ആഘോഷപരമായിട്ടാണ് ഇദ്ദേഹത്തെ ഇറങ്ങിക്കൊണ്ടുവന്നത് കോടതിയിൽ നിന്ന്. അവിടെ അന്ന് നിലനിന്നിരുന്ന ഇന്നത്തെ മുൻനിര ചാനലുകളിൽ 2-3 എണ്ണമേ അന്ന് ലൈവായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ ചാനലുകൾ മൊത്തം അവിടെ ഉണ്ടായിരുന്നു. ആ ചാനലുകളുടെ കൊച്ചിയിലെ യൂണിറ്റ് മൊത്തം ഹൈക്കോടതിയുടെ പരിസരത്തുണ്ടായിരുന്നു ശങ്കരനാരായണനെ വെറുതെ വിട്ടപ്പോൾ. അപ്പോൾ ഇതാണ് കൃഷ്ണപ്രിയ വധവും അതിൻ്റെ പിന്നാലെ ഉണ്ടായിട്ടുള്ള മുഹമ്മദ് കോയയുടെ കൊലപാതകവും.